യുടെ ഹൃദയപൂർവ്വം പദ്ധതി അത് ഇടതടവില്ലാതെ ഇങ്ങനെ തുടരുകയാണ്. ഉത്രാട ദിനത്തിൽ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ ഡിവൈഎഫ്ഐ ഇന്ന് പൊതിച്ചോറല്ല, പകരം സദ്യയാണ് നൽകുന്നത്. ഈ ഓണവുമായി ബന്ധപ്പെട്ട് ഇനി അങ്ങനെയുള്ള ദിവസങ്ങളിൽ സദ്യ നൽകാനാണ് ഡിവൈഎഫ്ഐയുടെ തീരുമാനം. എന്തായാലും കൊല്ലം ജില്ലാ ആശുപത്രിയിൽ നിരവധി ആളുകളാണ് ഈ ഉത്രാട ദിനത്തിൽ സദ്യ കഴിക്കാൻ എത്തിയിരിക്കുന്നത്. ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് ചിന്താ ജെറോം തന്നെ ഇവിടെ സദ്യയ്ക്ക് മേൽനോട്ടം വഹിച്ച് ഉപ്പേരിയൊക്കെ വിളമ്പി നിൽക്കുന്നുണ്ട്. ചിന്ത, നമ്മൾ ഈ പദവിയിൽ എത്തിയതിനു ശേഷമുള്ള ആദ്യത്തെ ഒരു പൊതുപരിപാടി കൂടിയാണ് ഇന്നത്തെ ഈ ഓണസദ്യ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് കൊല്ലത്ത് ജില്ലാ ആശുപത്രിയിൽ നൽകുമ്പോൾ നമ്മളെ സംബന്ധിച്ച് സ്പെഷ്യൽ കൂടിയാണ്. അല്ല, അങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല. പണ്ട് തൊട്ടേ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകയാണ്, എല്ലാ തവണയും ഇവിടെ ഉണ്ട്. കഴിയുന്നത്ര കൊല്ലത്തുള്ള ദിവസങ്ങളിലൊക്കെ ഇവിടെ ജില്ലാശുപത്രിയിൽ വരാറുണ്ട് ഉച്ചഭക്ഷണ പൊതി വിതരണ സമയത്ത്. ഓണത്തിന് ഞങ്ങൾ വർഷങ്ങളായി സദ്യയാണ് കൊടുക്കുന്നത്, ഉത്രാടത്തിനും കൊടുക്കും. അതുപോലെ വിശേഷ ദിവസങ്ങളിൽ ക്രിസ്മസ് ഒക്കെ ആണെങ്കിൽ കേക്ക് കൊടുക്കും, ബിരിയാണി ഉത്സവങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പൊ ഇന്ന് സദ്യ കൊടുക്കുന്നു. അപ്പം ഇത് നമ്മൾ തുടർന്നു വരുന്നൊരു കാര്യം ഇന്നും ചെയ്യുന്നു. വലിയ സന്തോഷമാണ്. ഈ പ്രാവശ്യം ഒരു ഉത്തരവാദിത്തത്തിൽ കൂടി ഉണ്ട്, സംഘടനയുടെ മൊത്തം ഉത്തരവാദിത്തമുള്ള ഒരാൾ കൂടിയാണ്. അത് പ്രത്യേകിച്ച് സന്തോഷം വർദ്ധിപ്പിക്കുന്നു. സന്തോഷമാണ്. നേരത്തെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു, ഇപ്പൊ പ്രസിഡന്റായി. എല്ലാവരും ഒരുമിച്ചാണല്ലോ ചെയ്യുന്നത്, വ്യക്തിപരമല്ല. ഇതിനിടയ്ക്ക് ചില വിവാദങ്ങളൊക്കെ ഉണ്ടായി, അതിൽ ഫേസ്ബുക്കിൽ ചില പ്രതികരണങ്ങൾ നടത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു അവസരത്തിൽ അതിന് മറുപടി പറയണ്ടല്ലോ. അത് ഞാൻ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ മാത്രം മന്ത്രിയല്ല, കേരളത്തിന്റെ ആകെയുള്ള മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം ആ ഒരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെയുള്ള തീരുമാനങ്ങളെ സ്വാഗതം ചെയ്യേണ്ടതാണ്. ആദ്യം സ്വാഗതം ചെയ്യുന്നത് പോലെയൊക്കെ സംസാരിച്ചു, പക്ഷെ പിന്നീട് ഒരു പരിഹാസമുണ്ടായി. അത് അദ്ദേഹത്തിന്റെ ഉള്ളിലെ പുരുഷ മേധാവിത്വ സ്വഭാവം അവസാന വാക്കുകളിൽ അങ്ങ് പുറത്തു വന്നു. അത് UDF പൊതുവെ അങ്ങനെയാണ്. ആദ്യം ബസ്സിൽ സൗജന്യം പറഞ്ഞിട്ട് പിന്നീട് ബസ്സിൽ കയറുന്ന സ്ത്രീകളെ ആക്ഷേപിച്ചുകൊണ്ട് ഗതാഗത മന്ത്രി പറഞ്ഞല്ലോ. അതുപോലെ തന്നെ വീട്ടമ്മമാരുടെ പെൻഷൻ വേണ്ടെന്ന് വെച്ചല്ലോ. ഒരു സ്ത്രീവിരുദ്ധ സമീപനം പൊതുവെ വലതുപക്ഷ രാഷ്ട്രീയത്തിന്റെ ഒരു സമീപനം UDF ഗവൺമെന്റിനുണ്ട്. അതാണ് ആദ്യം അദ്ദേഹം അഭിനന്ദിച്ചിട്ട് പെട്ടെന്ന് അദ്ദേഹം ഒരു പരിഹാസം അവസാനം പറഞ്ഞത്. നമ്മൾ ഓണം മൂടിലാണ്. അപ്പൊ നാളെ ഇതേപോലെ സദ്യ ഉണ്ടാവുമോ? പിന്നെ നാളെ സദ്യയുണ്ട്. സദ്യക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. തിരുവോണ നാളിലും ഉത്രാട നാളിലും എല്ലാം ഈ ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ഒപ്പം ഞങ്ങളുണ്ട് ഡിവൈഎഫ്ഐ. എന്തായാലും ഡിവൈഎഫ്ഐയുടെ സദ്യ നാളെ ഉണ്ടാവും. തിരുവോണ ദിനത്തിലും ഈ രോഗികൾക്കൊപ്പവും കൂട്ടിരിപ്പുകാർക്കും ഒക്കെ വേണ്ടിയുള്ള സദ്യ ഡിവൈഎഫ്ഐ ഒരുക്കുമെന്നാണ് പറയുന്നത്. അവരുടെ ആ ഹൃദയപൂർവ്വം പദ്ധതി ഇങ്ങനെ തുടരും.